7ന്റെ ഗുണിതങ്ങളായിട്ടുള്ള ഒരു 14 രണ്ടക്ക നമ്പറുകൾ നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള രണ്ടക്ക നമ്പറുകളിൽ ഒരുപാട് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ 21 7ന്റെ ഗുണിതാണ്, 35 7ന്റെ ഗുണിതാണ്. അപ്പോൾ 21 35 അങ്ങനെ കണ്ടെടുക്കാം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങനത്തെ കണ്ടില്ലേ 21 35, അതുപോലെ 21 7ന്റെ ഗുണിതാണ്, 63 7ന്റെ ഗുണിതമാണ് 21 63. അങ്ങനെ 7ന്റെ ഗുണിതങ്ങളായിട്ടുള്ള രണ്ട് നമ്പറുകൾ വെച്ചിട്ട് ഒരുപാട് പ്രൈസുകൾ അടിച്ചു പോകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല 7 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന നമ്പറുകൾ നമ്മൾ ഇതുപോലെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. 7 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന നമ്പറുകൾ. അപ്പം ഇങ്ങനെയുള്ള നമ്പറുകളും എന്താ പറയുക ഒരുപാട് അടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള നമ്പർ കണ്ടില്ലേ 46 13, ഇതവിടെ കണ്ടില്ലേ 46 13. അതേ നമ്പർ 43 16 ആയിട്ടും അല്ലെങ്കിൽ പല രീതിയിലും ആ നമ്പറുകൾ അങ്ങനെ അടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ 7 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന ഈ നമ്പറുകളിൽ ചില നമ്പറുകൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 43 82 ഇവിടെ ഉള്ളതെങ്കിൽ ഇവിടെ അടിച്ചിട്ടുള്ള 43 87. അപ്പോൾ ലാസ്റ്റ് നമ്പർ ചിലത് മാറുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും ചെറിയൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ആ ഐഡിയ നമുക്ക് ഒന്ന് നോക്കി നോക്കാം. ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ 29 54. അപ്പോൾ നമ്മൾ ചിലപ്പോൾ 29 54 എടുക്കുന്നു. ഇവിടെ അടിക്കുന്നതാണെങ്കിലോ ചിലപ്പോൾ ഒരു നമ്പർ മാറി അടിക്കുക. ഇതിവിടെ നോക്കാം നമുക്ക്. 29 54. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 29 50. നമ്മൾ ഇങ്ങനെയുള്ള നമ്പറുകൾ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട് ഇവിടെ 29 54. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പറുകളിൽ ഒന്നില്ലെങ്കിൽ 29 54 എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു 3 നമ്പർ കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടുക? 2 9 5 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 2 9 11 5 16. 16 കഴിഞ്ഞാൽ അവിടെ 7ന്റെ ഗുണിതങ്ങളായിട്ടുള്ള 16ന് ശേഷമുള്ള 7ന്റെ ഗുണിതങ്ങൾ ഏതാ? 16 കഴിഞ്ഞാൽ 17 18 19 20 21. അവിടെ 5 വരുന്നത്. അതായത് 21 7ന്റെ ഗുണിതമാണ്. അപ്പോൾ അവിടെ 21ലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ 5 വരണം. അപ്പോൾ നെക്സ്റ്റ് നമ്പർ ഇവിടെ 29 50 ആണെങ്കിൽ നമുക്ക് അവിടെ 29 55 എടുക്കാം. ഇതല്ലേ 29 55 അങ്ങനെ അടിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് കണ്ടില്ലേ 46 13 എന്ന് പറയുമ്പോൾ 6 4 10 10 11 3 14 എന്ന് പറയുന്നത് 7ന്റെ ഒരു ഗുണിതമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പറുകളിൽ അത് മൊത്തം കൂട്ടുമ്പോൾ 7ന്റേതായിട്ടുള്ള ഗുണിതങ്ങളിൽ കിട്ടുന്ന നമ്പർ ആണെങ്കിൽ നമുക്ക് ആ നാലക്ക നമ്പർ കറക്റ്റായിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെയുള്ള നമ്പറുകൾ കറക്റ്റായിട്ട് അടിക്കുന്നുണ്ട്. അതാണ് ഈ നമ്പർ ഒരു 14 നമ്പർ ആയതുകൊണ്ട് കറക്റ്റായിട്ട് അടിച്ചു. അതേസമയം ഈ ഒരു നമ്പറും 29 50 എന്നുള്ളത് 29 55 അടിച്ചത് എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ 5 5 10 19 2 21. 21 എന്ന് പറയുന്നത് ഒരു 7ന്റെ ഗുണിതത്തിൽ പെട്ടൊരു നമ്പറാണ്. അപ്പം അങ്ങനെ ഇതിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഈ കാണുന്ന ബ്ലോക്കുകളിൽ നമ്മൾ 4 നമ്പറും കൂട്ടുമ്പോൾ അതിലേക്ക് എത്തിക്കുന്ന രീതിയിൽ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ 4 നമ്പർ കറക്റ്റായിട്ട് അടിക്കുന്നുണ്ട്. ഓക്കെ, ബൈ ബൈ, സി യു. മറക്കണ്ട.